ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേളി കട്ട്സ്. എൻ്റെ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഓൺ ആയിരിക്കുകയാണ്. അത് ശരിക്കും 4000 വാച്ച് അവേഴ്സിൻ്റെ അല്ല, നമുക്ക് 10 മില്യൺ വ്യൂസ് 90 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഇല്ലേ, അതാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ അത് കംപ്ലീറ്റ് ആയി നമുക്ക് എല്ലാ വീഡിയോസിലും മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട്. ആ ഷോർട്ട് വീഡിയോസിലൊക്കെ ഇങ്ങനെ ഡോളർ സിമ്പിൾ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. ഒരു 3 മാസം കൊണ്ടാണ് ഷോർട്സ് ഒക്കെ ഇട്ട് ഇത്ര ആക്റ്റീവ് ആവുന്നത്. ഞാനത് സീരിയസ് ആയിട്ട് എടുത്ത് ഈ ഒരു ചാനലിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഒരു 3 മാസത്തിന് മുമ്പ് എൻ്റെ ചാനലിൽ ഒരു 1200 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആക്റ്റീവായി തുടങ്ങി, കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഒരു 12K ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട്, ചേച്ചിയോട്, ചേട്ടനോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല, ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനിയും പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഈ ഷോർട്ട് വ്യൂസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് കുറേ ആൾക്കാരുടെ സജഷൻസ്, യൂട്യൂബിൽ എന്നുള്ള കുറേ ഷോർട്ട് വ്യൂസിലെ സജഷൻസ് ഒക്കെ നോക്കിയിട്ട് കുറേ ടിപ്സ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടിപ്സ് എല്ലാം ഞാനിങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മേ ബി എന്തെങ്കിലും മോണിറ്റൈസേഷനൊക്കെ ഓൺ ആവുകയാണെങ്കിൽ ഞാനും ഇത് ഷെയർ ചെയ്യാം. എനിക്ക് വർക്കായി എന്ന് എനിക്ക് തോന്നിയ കുറേ ടിപ്സൊക്കെയാണ്. അപ്പം ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേർക്കൂടെ ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പം ലാസ്റ്റ് വരെ കാണുക. ഞാൻ പെട്ടെന്ന് നല്ല കുറച്ച് അടിപൊളി ടിപ്സ് പറഞ്ഞു പോകാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ടിപ്പ് നമ്പർ 1, ഞാൻ ഓൺ വോയിസ് ചെയ്തു തുടങ്ങി. ഓൺ വോയിസിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കൊണ്ട് അത് കുറേ കൂടെ വർക്കായിട്ടോ, ചാനലൊന്ന് അനങ്ങി തുടങ്ങി. ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അത് റീച്ച് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. സോ ഓൺ വോയിസിൽ വീഡിയോ ചെയ്തു തുടങ്ങി. അതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത സ്റ്റെപ്പ്. നമ്പർ 2, ഏത് ടൈമിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. കുറേ ഷോർട്സ് ഒക്കെ സജഷൻ നോക്കിയപ്പോൾ അവർ പല ടൈമാണ് പറയുന്നത്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയപ്പോഴത്തേക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഇൻസൈറ്റ് നോക്കി തുടങ്ങി. അതിൽ ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ 2 ദിവസം ഞാൻ രാവിലെയും, പിന്നത്തെ 2 ദിവസം ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക്, രാവിലെ 6:30, ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 6 മണിക്ക്, അല്ലെങ്കിൽ 5:30, 6 മണി, 6:30 ആ ഒരു ടൈമിൽ ഞാൻ 1 വീക്ക് പലപ്പോഴായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കി. എന്നിട്ട് ആ ഒരു അത്രയും വീഡിയോയുടെ പെർഫോമൻസ് നെക്സ്റ്റ് വീക്കിൽ നോക്കിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏത് ടൈമിലാണ് പീക്കായിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. ഇതിലിതേ ആ ഡാർക്ക് ലൈൻസ് ഇല്ലേ, ആ ഡാർക്ക് ലൈൻസ് ആണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ ആക്റ്റീവ് ആയിട്ടുള്ള ടൈം കാണിക്കുന്നത്. സോ എനിക്ക് ഈവനിങ് ആ ഒരു ടൈമിലാണ് കേട്ടോ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പിന്നീട് അങ്ങോട്ട് എന്നും ഒരു 6 മണി, 5:30 ആ ഒരു ടൈമിനിടയിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് വ്യൂസും കൂടി, അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടി. പലരുടെയും ചാനൽ പല ടൈമിലായിരിക്കാം സബ്സ്ക്രൈബേഴ്സ് ആക്റ്റീവായിട്ടിരിക്കുന്നത്. സോ നമ്മൾ ആ ഒരു ടൈം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വ്യൂസ് വർക്കാകും. 3rd സ്റ്റെപ്പ്, ക്യാപ്ഷൻസ് ഇടുമ്പോൾ കുറച്ച് ടൈം എടുത്ത് ആലോചിച്ചിടാൻ തുടങ്ങി. ഒരു ക്യാപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു വീഡിയോ കാണാനായിട്ടൊരു ടെൻഡൻസി നമ്മളൊരു 10% എങ്കിലും ഒരു ടെൻഡൻസി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് പറ്റിയ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാപ്ഷൻ തന്നെ ഇടുക. അതിൻ്റെ കൂടെ നമുക്ക് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഇമോജീസ്, എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് പറ്റിയ ഇമോജീസ്, ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് പറ്റിയ ഇമോജീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമോജീസും കൂടെ ഹൈലൈറ്റ് ചെയ്ത് ക്യാപ്ഷന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആളുകളെ അട്രാക്ട് ചെയ്യും. ടിപ്സ് നമ്പർ 4, നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. കമൻറ്റ് സെക്ഷനിൽ വരുന്ന നല്ല കമൻസുകളിൽ, നല്ല കമൻസ് എന്ത്, നെഗറ്റീവ് കമൻസ് ഒരുപാട് വരും, അത് ഞാൻ പറയാം. പോസിറ്റീവായിട്ടുള്ള കമൻസ് ഇല്ലേ, നമ്മളെ എന്തെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക, ഡൗട്ട്സുകൾ ചോദിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാക്സിമം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുക. നമ്മൾ അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളോടുള്ള കുറച്ച് ട്രസ്റ്റ് കൂടും. കമൻസിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ചാനലിൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, നെഗറ്റീവ് കമൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടാറുണ്ട്. നമ്മൾ ഒരു കാര്യം ഉദ്ദേശിച്ചൊരു വീഡിയോ ഇട്ടു, ആ ഒരു രീതിയിലായിരിക്കില്ല ചില ആളുകൾ അത് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള തോട്ട്സ് കാണും, പലരും പല രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും അവർ കമൻസ് ഇടുന്നത്. ഒരുപാട് നെഗറ്റീവാണ്, നമ്മളെ ഡൗൺ ആക്കുന്ന കുറേ കമൻസ് ഒക്കെ ആണെങ്കിൽ അതിനെ വെറുതെ കളയുക. കാരണം എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിച്ചെന്ന് വരില്ല. അതിന് വെറുതെ ഇൻട്രാക്ട് ചെയ്ത് പിന്നെ നമ്മൾ ഡിസ്റ്റർബായി ആ ഒരു രീതിയിലോട്ട് പോകാണ്ട് നല്ല കമൻസ് ഒക്കെ ഇല്ലേ, അത് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് തോന്നുന്ന കമൻസിനൊക്കെ ഇൻട്രാക്ട് ചെയ്ത് വിടുക. അടുത്ത ടിപ്പ്, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറേ ഷോർട്ട് വ്യൂസ് എല്ലാവരും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ എഡിറ്റിംഗ് സ്കില്ലിനെ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്യുക.
ഫോർ എക്സാമ്പിൾ അസ്ലി മലയാളം ഇല്ലേ, അതിലെ വീഡിയോസൊക്കെ കാണണം. എഡിറ്റിംഗ് ഒക്കെ ചെയ്ത വീഡിയോസ് കാണാനായിട്ട് പ്രത്യേക ഒരു രസമാണ്. സോ നമുക്ക് എഡിറ്റിംഗ് അറിയില്ലെന്നുണ്ടെങ്കിൽ കുറേ ഷോർട്ട് വ്യൂസ് വാച്ച് ചെയ്തിട്ട് നമ്മുടെ എഡിറ്റിംഗ് സ്കില്ലിനെ ഒന്ന് അപ്പ് ചെയ്തിട്ട് ഇൻഷോട്ട്, VN, CapCut ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് മാക്സിമം കുറേ കൂടെ ഒക്കെ എഡിറ്റ് ചെയ്ത് പഠിച്ച് നമ്മൾ കുറേയൊക്കെ ട്രൈ ചെയ്യുക. ടിപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് കേട്ടോ. യൂട്യൂബ് ഷോർട്സിൽ ഫസ്റ്റിലത്തെ ഒരു 10 സെക്കൻഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ വ്യൂവേഴ്സ് എൻഗേജ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ സ്റ്റേറ്റ് ടു വാച്ച്, സൈപ്പ് ഡെവേ, ഇങ്ങനെ 2 ക്രൈറ്റീരിയ ഉണ്ട്. ഇതിലെപ്പോഴും സ്റ്റേറ്റ് ടു വാച്ച് എല്ലാ വീഡിയോസിലും നമുക്ക് കൂടിയിരിക്കണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ആളുകൾക്ക് യൂട്യൂബ് ആ വീഡിയോ സജസ്റ്റ് ചെയ്യൂ. സോ നമ്മളത് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട മെയിൻ കാര്യം ആദ്യത്തെ ഒരു 10 സെക്കൻഡ് ലാഗ് അടിപ്പിക്കാണ്ട്, ബോർ അടിപ്പിക്കാണ്ട് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഫസ്റ്റ് സെക്കൻഡ് അടിപൊളിയാക്കി വെക്കുക. അത് നമ്മുടെ വ്യൂസ് ഭയങ്കരമായിട്ട് കൂട്ടും. അടുത്തത്, ഞാൻ ഫസ്റ്റൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ, ടാഗ് അല്ലെങ്കിൽ #, ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമേ ചെയ്യാറില്ലായിരുന്നു. ജസ്റ്റ് ക്യാപ്ഷൻ്റെ അവിടെ കുറച്ച് #, ഇടും, എന്നിട്ട് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. നമുക്ക് 3 സെക്ഷൻസ് ഉണ്ട്. ഒന്ന് ഈ ഡിസ്ക്രിപ്ഷനാണ്. വെറുതെ ഒരു കല്യാണത്തിന് പോയ വീഡിയോ എന്ന് തന്നെ ഇരിക്കാൻ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആ കല്യാണത്തിനിട്ട ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇയറിങ്സ്, അതെന്തെങ്കിലും സംഭവങ്ങളായിക്കോട്ടെ, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അവിടെ നമുക്ക് ആ കണ്ടന്റ് റിലേറ്റഡ്, ഇപ്പോൾ വെഡ്ഡിങ് റിലേറ്റഡ് ആണെങ്കിൽ വെഡ്ഡിങ്, അല്ലെങ്കിൽ മേക്കപ്പ് റിലേറ്റഡ് ആണെങ്കിൽ മേക്കപ്പ് റിവ്യൂ, അല്ലെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ, അങ്ങനത്തെ കുറേ #s ഒക്കെ ഇല്ല. ആ #s നമ്മൾ കൊടുക്കുക. ഭാവിയിൽ ആരെങ്കിലുമൊക്കെ ഈ #, വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ അവർക്ക് എത്താനുള്ള ചാൻസ് ഇതുകൊണ്ട് കൂടത്തേ ഉള്ളൂ. നെക്സ്റ്റ് ഒരെണ്ണമാണ് ടാഗ്സ്. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ ഇങ്ങനെ മോർ ഓപ്ഷനിൽ ടാഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. ഈ ടാഗ്സിൽ പോയിട്ട് നമ്മൾ കീവേഡ്സ് ടൈപ്പ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത സെയിം കീവേഡ്സ് തന്നെ കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നെയിം കൊടുക്കാൻ ശ്രമിക്കുക. ചാനലിൻ്റെ നെയിം അപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിൻ്റെ നെയിം അവിടെ വരാനുള്ള ചാൻസ് കൂടും. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ടാഗ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നുള്ളതാണ് നമ്മുടെ ക്യാപ്ഷൻ ഇടുമ്പോൾ ഉള്ള #. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൂടുതൽ ആളുകൾ യൂസ് ചെയ്ത ടാഗ്സ് ഇല്ലേ, ലൈക്ക് ഷോർട്സ് വൈറൽ, ഷോർട്ട് ഫീഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാഗ്സ് നോക്കി കൊടുക്കുക. നെക്സ്റ്റ് ടിപ്പ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക. വ്യൂസ് മാത്രം കൂടിയാൽ പോരല്ലോ, സബ്സ്ക്രൈബേഴ്സും കൂടണ്ടേ. അതിന് എനിക്ക് വർക്കായ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സ് വെഡ്ഡിങ് റിലേറ്റഡ് കണ്ടന്റ് കണ്ടിട്ടാണ് നമ്മുടെ ചാനൽ ജോയിൻ ചെയ്തത്. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കണ്ടന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ എനിക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഏരിയയിലും കൂടെ കുറച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ കേളി ഹെയർ ആണ്. അപ്പോൾ കേളി ഹെയർസ് റിലേറ്റഡ് ഒരു സീരീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കേളി ഹെയർസിൻ്റെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ, മേക്കപ്പ് എങ്ങനെ ചെയ്യേണ്ടത്, മേക്കപ്പ് ട്യൂട്ടോറിയൽസ്, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടവർ അതുപോലത്തെ വീഡിയോസ് ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങി. അപ്പം നമുക്ക് ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ നിലനിർത്താനുള്ള വീഡിയോസും അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനുള്ള വീഡിയോസും നമ്മൾ ഇടാൻ ശ്രമിക്കുക. ചിലപ്പോൾ ചിലത് വർക്കായെന്നല്ല, പക്ഷേ നെക്സ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ ഇത് വർക്ക് ചെയ്യും. സോ എപ്പോഴും സെയിം കണ്ടന്റ് തന്നെ ഇടാതെ കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുക. എന്നിട്ട് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അത് റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇതിനായിട്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ഓൺ വോയിസ് പ്ലസ് ട്രെൻഡിങ് വോയിസ് ട്രൈ ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്ക് ഓൺ വോയിസും വേണം, ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ്ങും നമുക്ക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മ്യൂസിക് എന്തായാലും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോയും ട്രെൻഡ് ആവാനുള്ള ചാൻസ് കൂടും. ആഡ് ഓഡിയോ സെക്ഷനിൽ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോ ആഡ് ചെയ്യുക. അതിനുശേഷം ഡൺ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഓൺ വോയിസ് ഹൈ ആക്കി വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് നമുക്ക് ഇതുപോലെ 1% ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ വോയിസ് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. കൂടാണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ ട്രെൻഡിങ് മ്യൂസിക് ഇങ്ങനെ പോവുകയും ചെയ്യും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനൊരു വീഡിയോ ഇടാണ്, അതിൽ റിലേറ്റഡ് ആയിട്ട് കുറേ പേര് സെയിം വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഇടുന്നതെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് അത് ആരാ ചെയ്തതെന്ന് നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഗെറ്റ് റെഡി വിത്ത് മീൻസ് ഒക്കെ ഇല്ല, അതൊന്ന് റെഫറൻസ് നോക്കിയിട്ട് ആ വീഡിയോ ഒന്ന് കമ്പയർ ചെയ്യും. അതിൽ യൂസ് ചെയ്തേക്കുന്ന #, അതിൽ യൂസ് ചെയ്തേക്കുന്ന മ്യൂസിക്, ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് ഞാൻ കുറേ സജഷൻസ് ഒക്കെ അതിൽ നിന്ന് എടുക്കും. അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അത് റിലേറ്റഡ് വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അവർ അതിൽ എന്താണ് ഇൻട്രാക്റ്റീവായിട്ട് ചെയ്തേക്കുന്നത് ആ ഒരു എലമെൻറ്റ്സ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മളുടെ ഒരു ലെവൽ അപ്പ് ആവും. അതുപോലെ തന്നെ ആ വീഡിയോസ് റീച്ച് ചെയ്യാനുള്ള ചാൻസും കൂടും. സോ അത് ട്രൈ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ. റീസെൻ്റ്ലി ഞാൻ ചെയ്ത അടുത്തൊരു കാര്യമാണ്, ഞാൻ കറക്റ്റ് ഒരു 6 മണിക്കായിരുന്നു നേരത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ പേരിങ്ങനെ സജഷൻ പറയുന്നത് കേട്ടോ, നമ്മൾ ആ പീക്ക് ടൈം അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതലുള്ള ടൈമിനെക്കാട്ടി കുറച്ചും കൂടെ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർ വരുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോ അവിടെ എല്ലാം പോയി സെറ്റായി കിടക്കുന്ന. ഓൾറെഡി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഷെഡ്യൂൾഡ് കണ്ടന്റ് ഇടുക എന്നുള്ളതായിരുന്നു. നാളത്തേക്ക് ഇടേണ്ട വീഡിയോ ഓൾമോസ്റ്റ് ഞാൻ ഇന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ഉച്ചയോടെ എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ എപ്പോഴും ടപ്പേന്ന് പറഞ്ഞിട്ട് ആ ഒരു 6 മണിക്ക് പോയി അപ്ലോഡ് ചെയ്യാറില്ല. നോർമലി ഞാനൊരു 4 മണി ആകുമ്പോഴത്തേക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് റിലേറ്റ് ചെയ്ത് സെറ്റിങ്സ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ടാഗ്സ് കൊടുത്ത് വളരെ സാവകാശം മാത്രമേ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിടാറുള്ളൂ. അപ്പോൾ അത് ഞാൻ സ്കെഡ്യൂൾ ചെയ്തിട്ടും ഇപ്പോൾ ഇടുന്ന ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5:55, 5:56, 57 ആ ഒരു മിനിറ്റ്സിലായിരിക്കും ഞാനത് അപ്ലോഡ് ചെയ്തിടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ സ്കെഡ്യൂൾ ചെയ്തിടുമ്പോൾ വീഡിയോ HD നല്ല രീതിയിൽ പ്രോസസ്സായി നല്ല ക്ലാരിറ്റിയോടെ തന്നെ അപ്ലോഡ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് നമ്മുടെ തംബ്നെയിലാണ്. നമ്മൾ തന്നെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോയുടെ തംബ്നെയിൽ കണ്ടിട്ടല്ലേ ആ വീഡിയോ വാച്ച് ചെയ്യണോ വേണ്ട എന്ന് ആലോചിക്കുന്നത്. സോ എന്തെങ്കിലും റാണ്ടമായിട്ട് ഇടാണ്ട് നമ്മൾ നല്ലൊരു തംബ്നെയിൽ ഇടുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ വീഡിയോ ഫുൾ എടുക്കുന്നു, ഏതെങ്കിലും ഒരു തംബ്നെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ചെയ്യരുത്. വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു തംബ്നെയിൽ സെറ്റ് ചെയ്ത് അത് എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് നോക്കിയിട്ട് കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. ഷോർട്ട് വീഡിയോസിൻ്റെ കാര്യമാണ് മോസ്റ്റ്ലി ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഷോർട്ട് വീഡിയോസിന് നമുക്ക് ഓൾറെഡി ഉള്ളതിനകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഷോർട്ട് വീഡിയോസിൻ്റെ ആണ് കേട്ടോ. കാരണം ഞാൻ ഷോർട്ട് വീഡിയോസാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്രയും നാൾ ഇട്ട് പോയതല്ല. ഇനിയിപ്പോൾ ലോങ് വീഡിയോസ് നോക്കണം. അപ്പോൾ ഇതിൽ കൂടാണ്ട് ഞാൻ കുറേ മിസ്റ്റേക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറ്റുമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഈ ടിപ്പെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുകയോ എന്നെ ഇൻസ്റ്റഗ്രാം വഴി അറിയിക്കുകയോ ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോയിലെ കമൻസിൽ ചോദിച്ചാൽ ഞാൻ അതിനൊക്കെ മാക്സിമം ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം വിഷ് ചെയ്തുകൊണ്ട് ബൈ ബൈ.